എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ രുചിയോട് കൂടിയിട്ട് ലെമൺ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് ടൈപ്പ് റൈസ് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ബസ്മതി റൈസാണ് വേവിക്കാൻ പോണത്. അതിനായിട്ട് 1 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിച്ചിട്ട് ബാക്കി വരുന്ന ചോറുണ്ടല്ലോ, അതാണെങ്കിലും നമുക്ക് ഈ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് സ്പെഷ്യലായിട്ട് വേവിക്കണമെന്നില്ല. ബാക്കി വരുന്ന ചോറ് അത് ഏതായാലും ഏത് ടൈപ്പ് അരിയാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 കപ്പ് ബസ്മതി അരി നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഉപ്പിടാണ്ടാണ് വേവിക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ടിട്ടും വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. അരി വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വെള്ളം വാർത്തെടുക്കുക. അപ്പോൾ 1 കപ്പ് ബസ്മതി അരി വേവിക്കുമ്പോൾ ഏകദേശം ഒരു 2.25 അല്ലെങ്കിൽ ഒരു 3 കപ്പൊക്കെ ചോറ് കിട്ടും. വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇതെങ്ങനെയാണ് ലെമൺ റൈസ് ആക്കി എടുക്കണേന്ന് നോക്കാം. അതിനായിട്ടൊരു ചട്ടി വെക്കുക. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഒരു 1.5-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. സാധാരണ ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എള്ളെണ്ണയോ നല്ലെണ്ണയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയി പോകും ഇത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് 2 വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. തീ നല്ലോണം കുറച്ച് വെക്കാം കേട്ടോ. കാരണം നമുക്ക് ഇതിലേക്ക് ഇനിയും സാധനങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ കുറച്ച് വെക്കാൻ പറയണത്. അപ്പോൾ ഇനി ചേർക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി അഥവാ പീനട്സ് ആണ്. ഇത് വറുക്കാത്തതാണ് കേട്ടോ. വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. വറുത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശയൊക്കെ അരയ്ക്കുന്ന ഉഴുന്ന്. പിന്നെ 1 ടീസ്പൂൺ ചനാദാൽ അഥവാ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. കരിഞ്ഞു പോവാണ്ട് നോക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഇത് ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് ചേർക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 എണ്ണമാണ് ചേർക്കുന്നത്. ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2-3 നുള്ളു മഞ്ഞൾപ്പൊടി ഉണ്ടാവും. മഞ്ഞൾപ്പൊടി കൂടി കഴിഞ്ഞാലും നമ്മുടെ ലെമൺ റൈസിന് ചിലപ്പോൾ ഭയങ്കര കുത്തണ പോലത്തെ ഒരു കളറ് വരും. മഞ്ഞൾപ്പൊടിയുടെ കുത്തും വരും. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇതും അതെ, ഒരു 1-2 നുള്ളു ചേർത്താൽ മതി. കായത്തിൻ്റെ പൊടി ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് കായത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണ്ട. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 നുള്ളു അല്ലെങ്കിൽ 1 നുള്ളു കായത്തിൻ്റെ പൊടി ചേർക്കാം. തീ കൂടുതലാണ്, ചട്ടി വല്ലാണ്ട് പുകയുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീ കുറച്ച് വെക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് അവിടെ വെള്ളം വാറ്റാൻ വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2.25 കപ്പ് ഉണ്ട്. ആ റൈസിലെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് ഒട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടാണ് ചോറ് വേവിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഉപ്പ് എല്ലായിടത്തേക്കും പിടിക്കട്ടെ. നല്ലപോലെ മിക്സ് ചെയ്യാം. ചോറ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. മല്ലിയില ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കണം കേട്ടോ. കാരണം ലെമൺ ജ്യൂസ് നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ലെമണിന് ഒരു കയ്പ്പ് വരും. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർക്കുമ്പോൾ കുരു ഒന്നും ഉണ്ടാവാൻ പാടില്ല. കുരു ഉണ്ടെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കുക. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു 1/2 ടീസ്പൂണും കൂടി ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1-1.25 ടേബിൾ സ്പൂൺ വരെ ലെമൺ ജ്യൂസ് ചേർക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മെയിൻ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോക്കനട്ട് ചട്നിയാണ്. നമ്മുടെ തേങ്ങാ ചമ്മന്തി നല്ല അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പപ്പടോ സാലഡോ അച്ചാറോ ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ട്രൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.